പണ്ട് ജഗന്നാഥ് വർമ്മ സാറ് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രാവശ്യം ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു, രവി, ഞാൻ ഒരു കാലത്ത് എൻ്റെ കാറിനകത്ത് അല്ലെങ്കിൽ വീട്ടിൽ കുറേ യൂണിഫോം ഉണ്ടാകും, കമ്മീഷണർ, SP. അപ്പോൾ ഏതാ റോളെന്ന് ചോദിച്ചാൽ SP ആണെന്ന് പറഞ്ഞാൽ ആ യൂണിഫോം ഇട്ടിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അവരുടെ കോസ്റ്റ്യൂമിൻ്റെ കൂടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, പലപ്പോഴും ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ജഗന്നാഥ് സാറിൻ്റെ ഒരവസ്ഥ ആവരുത് ഈ യൂണിഫോം വെച്ചിട്ട് ഇത് ക്യാരക്ടേഴ്സ് മാത്രം. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തിയത് ഷൈൻ്റെ പടങ്ങളിൽ കൂടെ ആക്ഷൻ ഹീറോയിൽ ചെയ്തിട്ടുള്ള കമ്മീഷണർ പോലും മസിൽ പിടിച്ചിട്ടുള്ള കമ്മീഷണർ അല്ല. സോ ദർ വാസ് എ ഫ്ലെക്സിബിലിറ്റി ഇൻ ദാറ്റ്. സോ ആ ക്യാരക്ടർ ഈസ് ലൈക്ക് ദാറ്റ്. അപ്പം അന്ന് ആ പടം കണ്ടിട്ട് ഇവിടെ ACP ആയിരുന്നു നിശാന്തിനി. നൗ ഷീസ് അബ്രോഡ്, ഇവിടെ ഉണ്ട്. അപ്പോൾ ഷീ സോ ദ ഫിലിം. എൻ്റെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഓടി ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ടിപ്പിക്കൽ വിജയൻ സാറ് തന്നെയാണ്. ഞങ്ങളുടെ ഓഫീസിൽ വിജയൻ സാർ ഇതുപോലെയാണ്. ആദ്യമൊക്കെ വളരെ മര്യാദയ്ക്ക് തെറിയും ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഒത്തേപോലെ എന്താ അദ്ദേഹത്തെ കോപ്പി അടിച്ചു. ഞാൻ പറഞ്ഞല്ലല്ലോ, ഇത് എൻ്റെ ക്യാരക്ടറാണത്. അപ്പം അതുപോലൊരു മാച്ച് വന്നു എന്ന് പറഞ്ഞു. കാരണം ശരിയാണ്, വിജയൻ സാർ അങ്ങനെയായിരുന്നു. സോ ഈ പടത്തിനകത്ത് ഇത് വിളിച്ചപ്പോൾ കുറച്ച് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു. നമുക്കുണ്ടല്ലോ സമൂഹത്തിനകത്ത് ചില ഇമേജ്, അപ്പം ആ ഇമേജിന് വല്ലതും പറ്റുമെന്നുള്ളൂ. അപ്പോൾ ഷൈൻ 2-3 പ്രാവശ്യം വിളിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു സംഭവം വരുന്നുണ്ടെന്ന്. അവസാനം വീട്ടിൽ വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്രക്ഷോഭം ഉണ്ടാകും. ഞാൻ പറഞ്ഞു, ഷൈനെ വേണമുള്ളത് ഇല്ലല്ലോ, സാറ് ചെയ്തേ പറ്റും. പിന്നെ അവിടെ ഞാൻ പറഞ്ഞു, ഇനി നീയായി നിൻ്റെ പാടായി, അത് നീ എവിടെ നിർത്തിയാലും ശരി, എന്നെ തുണി കഴിപ്പിച്ചിട്ട് ഇനിയിപ്പോൾ ദെൻ ഐ സറണ്ടർ ടു യു. ബട്ട് ദെൻ വെൻ ഐ ഡിഡ് ദ ക്യാരക്ടർ, അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഐ ക്യാൻ ഡു ലൈക്ക് ദിസ് ഓൾസോ എന്നുള്ളത്. നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ദാറ്റ് ഹാപ്പൻസ് ടു ബി, അത് ഒരു ഹ്യൂമറസ് സെൻസിൽ മാറുന്നതും ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ചെറിയൊരു ആക്ടർ ഉണ്ട്